ഈ കണ്ണിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ മൂക്ക് കാണാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്നറിയാം? ഹായ് ഗൈസ്, വെൽക്കം ടു ഡിസൈൻ ഹായ് സ്റ്റൂത്ത് സ്റ്റോറി. ഫസ്റ്റ് ഓഫ്, thank you all for the love on the last episode. We are officially 150 subscribers. You guys are kidilam, seriously. എന്നെക്കുറിച്ച് അറിയാത്തവർക്കായിട്ട് ഐ എം സ്റ്റോളൻ, യുവർ ഹോസ്റ്റ്. ഐ എം എ ക്യൂരിയസ് ഡിസൈനർ ഹൂ ഈസ് ഒബ്സസ്ഡ് വിത്ത് ഫൈൻഡിങ് ന്യൂ വേസ് ടു മേക്ക് ലൈഫ് ലിറ്റിൽ മോർ എക്സൈറ്റിംഗ് ആൻഡ് എ ലോട്ട് മോർ എഫേർട്ട്ലെസ്. ഇന്ന് നമ്മൾ ഡീപ് ഡൈവ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് അനാവശ്യ കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യുന്നത്. അത് നല്ലതാണോ അത് മോശമാണോ എന്നതിനെ കുറിച്ചാണ്. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ മൂക്ക് കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഏതൊരു സീനറി നോക്കുമ്പോഴും, ഏതൊരു വിഷൻ നോക്കുമ്പോഴും, ഏതൊരു സിനിമ കാണുമ്പോഴും, ആരെ നോക്കുമ്പോഴും ഒക്കെ മൂക്ക് നമ്മുടെ ഫീൽഡ് ഓഫ് വിഷനിൽ ആക്ച്വലി ഉണ്ട്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല. കാരണം നമ്മുടെ ബ്രെയിനിന് ഇത് ട്യൂൺ ഔട്ട് ചെയ്യാനുള്ള ഒരു സീക്രട്ട് സൂപ്പർ പവർ ഉണ്ട്. ഈ ലിറ്റിൽ ട്രിക്കാണ് ഹാബിച്വേഷൻ. നമ്മുടെ ബ്രെയിനിൻ്റെ ഈ സൂപ്പർ പവർ കാരണം ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഫിൽട്ടർ ചെയ്ത് ബ്രെയിൻ പുതിയ കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരും. ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്താണെന്നല്ലേ? ലെറ്റ് മീ ടെൽ യു സ്റ്റോറി. സംഭവം നടക്കുന്നത് എൻ്റെ സ്റ്റാർട്ടപ്പ് വർക്കിംഗ് കാലഘട്ടത്തിലാണ്. അതൊരു കോ വർക്കിംഗ് സ്പേസ് ആയിരുന്നു. ഇറ്റ് വാസ് എ റെഗുലർ ട്യൂസ്ഡേ മോർണിംഗ്. അന്ന് ഞാനൊരു 10 മിനിറ്റ് നേരത്തെ ഓഫീസിലെത്തി. ഒരു കയ്യിൽ കോഫി ഉണ്ട്, മറ്റേ കയ്യിൽ എൻ്റെ ഹെൽമെറ്റ് ഉണ്ട്. സാധാരണ ഞാനല്ല ക്യാബിൻ തുറക്കാറ്. നേരത്തെ എത്തിയത് കൊണ്ട് എൻ്റെ സ്പെയർ കീ എടുത്തിട്ട് ഞാൻ ഡോർ തുറക്കാൻ പോയി. ടാസ്ക് അസൈൻഡ്, ഡോർ തുറക്കണം. എന്തൊക്കെ കാണിച്ചിട്ടും എനിക്ക് ഡോർ തുറക്കാൻ പറ്റുന്നില്ല. നേരത്തെ വന്ന ആ 10 മിനിറ്റ് ഞാൻ ആ ഡോറിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തു, ഞാനും ഡോറും. തോൽവി സമ്മതിക്കാനിരിക്കെ എന്നും ഡോർ തുറക്കാറില്ല എൻ്റെ കോവർക്കർ ഫ്രണ്ട് വന്നു. അവൾ എൻ്റെ കയ്യിൽ നിന്ന് ആ കീ തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് സെലിംകുമാറിൻ്റെ ഇതൊക്കെ എന്ത് എന്നുള്ള എക്സ്പ്രഷൻ ഇട്ടിട്ട് സിമ്പിളായിട്ട് ഡോർ തുറന്നു. 0 എഫേർട്ട്. ഫോർ ദ ലാസ്റ്റ് 10 മിനിറ്റ്സ് ഐ വാസ് ക്വസ്റ്റ്യനിങ് മൈ എക്സിസ്റ്റൻസ്. ഇത് ഇവളിങ്ങനെ സിമ്പിളായിട്ട് തുറന്നേ. എന്നിട്ട് അവൾ എന്നെ നോക്കി പറയാ, അതിനൊരു നാക്കുണ്ട്, ഡോർ തുറക്കുമ്പോൾ ഹാൻഡ് ലെഫ്റ്റിലേക്ക് പിടിച്ച് തുറന്നാൽ മതി എന്നൊക്കെ, ഡോറിനൊരു ബെൻഡ് ഉണ്ടെന്നൊക്കെ. ഈ സംഭവം നടന്നപ്പോൾ ഞാൻ ആലോചിച്ചത് മറ്റൊന്നാണ്. ഒരു എവരിഡേ സ്ട്രഗിള് ഇവൾ അഡാപ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ അത് ആൾക്കൊരു സ്ട്രഗിളേ അല്ലാതായി. ഇങ്ങനത്തെ ഡോസും ഒബ്ജക്ട്സും ഡിസൈൻസും ഒക്കെ നമ്മുടെ എല്ലാവരുടെയും ഡെയിലി ലൈഫിൽ ഉണ്ടാവാറുണ്ട് അല്ലേ? ഇത് നേരെ ആക്കുന്നതിന് പകരം നമ്മൾ നോർമലി ചെയ്യാറ് ഈ അനോയൻസിനെ ഡീൽ ചെയ്യാൻ നോക്കാറാണ്. ദാറ്റ്സ് ഹാബിച്വേഷൻ ഇൻ ആക്ഷൻ. ഇത് നല്ലൊരു പ്രാക്ടീസ് ആണോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. ഹാബിച്വേഷൻ ശരിക്കും പറഞ്ഞാൽ അത്ര മോശമൊന്നും അല്ല എന്നും വേണം പറയാം. കാരണം ഹ്യൂമൻ ബീയിങ്സ് സർവൈവ് ചെയ്യാൻ ഹാബിച്വേഷൻ കൂടിയേ തീരും. ചുരുക്കി പറഞ്ഞാൽ അതൊരു അത്യാവശ്യം തന്നെയാണ്. നിങ്ങളുടെ ഫസ്റ്റ് ടൈം ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മറ്റ് കാറുകൾ, ലൈറ്റ്സ്, ബോർഡ്, സൈൻ ബോർഡ്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ബട്ടൺസ്, പെഡസ്ട്രിയൻസ്, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു അല്ലേ? ഇതിൻ്റെ ഇടയിൽ ഗിയറും മാറ്റണം. എന്തല്ലേ, ആരുടെയും നിന്നെ സംസാരിച്ചാലോ അല്ലെങ്കിൽ പാട്ട് കേട്ടാ വരെ കോൺസെൻട്രേഷൻ പോയിരുന്ന കാലം. ഇപ്പൊ കുറെ കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാനിപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. ഗിയർ എപ്പം മാറണം, ക്ലച്ച് എപ്പം ചവിട്ടണം, ഇതൊക്കെ ഓട്ടോ പൈലറ്റിൽ നമ്മൾ ചെയ്ത് പൊക്കോളും. ഡ്രൈവിംഗ് ഒരു കോൺഷ്യസ് ബോധം കൊണ്ട് ചെയ്യേണ്ട പണി അല്ലാതായി, ഈസി ടാസ്കായി. എങ്ങനെ? യു ഹാബിച്വേറ്റഡ് ഇറ്റ്. ഇപ്പോഴും നമ്മൾ പഴയ പോലെ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഓരോ ടാസ്കും ഡ്രൈവ് ചെയ്യുമ്പോൾ ചെയ്തിരുന്നെങ്കിലോ? നമുക്കിപ്പോൾ പോഡ്കാസ്റ്റ് ചെയ്തിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുമോ? പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമോ? ഇതുവരെ കാണാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല.
ഹാബിച്വേഷൻ ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ കാരണമാവാറുണ്ട്. ഈ ഡീറ്റെയിൽസിൽ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ഈ പ്രോബ്ലംസ് നോട്ടീസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആക്ച്വലി ഇറ്റ്സ് വെരി വെരി ബാഡ്. നോട്ടീസ് ചെയ്യാത്ത, അഡ്രസ്സ് ചെയ്യാത്ത പ്രോബ്ലംസ്, അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. പല സമയത്തും ഡീറ്റെയിൽസും പ്രോബ്ലംസും ഹാബിച്വേഷൻ കാരണം നമ്മൾ കാണാതെ പോകാറുണ്ട്. ഹാബിച്വേഷൻ്റെ അപ്പുറത്തേക്ക് മൈൻഡ്ഫുൾ ആയിട്ടുള്ള തോട്ടിൽ നിന്നാണ് പല ഇന്നോവേഷൻസും ഉണ്ടായിട്ടുള്ളത്. 1902 ന്യൂയോർക്ക് സിറ്റിയിൽ മേരി ആൻഡർസൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വനിത ഒരു കാറിൽ യാത്ര ചെയ്യായിരുന്നു. ആ സമയത്താണ് ഡ്രൈവർ കാറിൽ നിന്ന് ഇറങ്ങി ഗ്ലാസ് കഴുകുന്നത് കണ്ടത്. അന്നത്തെ കാലത്ത് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്, അതാണ് ലോജിക്ക്. കാറിൽ യാത്ര ചെയ്യുമ്പോൾ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ സൈഡാക്കി ഗ്ലാസ് ഒക്കെ തുടക്കേണ്ടി വരും. ഈ മൈന്യൂട്ട് ഡീറ്റെയിൽ നോട്ടീസ് ചെയ്തിട്ടാണ് ആള് ഫസ്റ്റ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഈ കാറിന്റെ ഗ്ലാസ് കാറിന്റെ അകത്തിരുന്നു കൊണ്ട് തുടയ്ക്കാം. ആൻഡ് ഫസ്റ്റ് മാനുവൽ വൈപ്പർ മേരി കണ്ടുപിടിച്ചു. നോക്കുമ്പോൾ എന്ത് സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാ അല്ലേ? ആർക്കും തോന്നാവുന്ന സിമ്പിൾ സൊല്യൂഷൻ. നെക്സ്റ്റ് ആക്ടറിൽ രഞ്ജിത്ത് പറഞ്ഞ പോലെ നല്ലൊരു നടനാവാൻ നിരീക്ഷണ ബോധം വേണം. അതുപോലെ തന്നെ നല്ലൊരു ഡിസൈനർ ആവാൻ നിരീക്ഷണ ബോധം വേണം. എല്ലാവർക്കും അറിയുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ആർക്കും പറ്റും. പ്രോബ്ലംസ് കണ്ടുപിടിക്കാനാണ് ഏറ്റവും പാട്. ബ്രെയിനിന് ഹാർഡ് തിങ്സ് ഓവർ ടൈം ഈസിയർ ആയിട്ട് തോന്നും. പക്ഷേ വെൻ വി എക്സ്പീരിയൻസ് സംതിങ് ബെറ്റർ, പിന്നെ ഒരു തിരിച്ചുവരവുണ്ടാവില്ല. ഞാൻ വേറൊരു കഥ പറയാം. എനിക്കൊരു മാരുതി 800 ഉണ്ട്. കുറച്ച് കാലം മുന്നേ വരെ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്തിനാണ് ആൾക്കാർക്ക് ഈ പവർ സ്റ്റിയറിങ്ങും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും റിവേഴ്സ് ക്യാമറയൊക്കെ. ഇതിൻ്റെയൊക്കെ പിന്നാലെ ഒബ്സസ്ഡ് ആവുന്ന എന്തിനാണ്? വൈ യു നീഡ് ദാറ്റ്? ജസ്റ്റ് ഡ്രൈവ് യുവർ കാർ. പക്ഷേ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ പുതിയൊരു കാർ വാങ്ങാൻ ബാധ്യസ്ഥനായി. ഇറ്റ് വാസ് എ ഗെയിം ചേഞ്ചർ. പവർ സ്റ്റിയറിങ്ങിന് എഫേർട്ട്ലെസ് ആണെന്നും റിവേഴ്സ് ക്യാമറ കൺവീനിയൻ്റ് ആണെന്നും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൽ കംഫേർട്ട് തരുമെന്നും പുതിയ കാറിനെ പഠിപ്പിച്ചു. ഒരു ലോങ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മുടെ 5 സ്പീഡ് മാരുതി 800 ഒരു സാറ്റർഡേ എടുത്ത് ചുമ്മാ പുറത്തൊക്കെ ഒന്ന് പോകാൻ നോക്കി. ഐ റിയലൈസ് സംതിങ്. സ്റ്റിയറിങ് നല്ല ടൈറ്റാണ്. ഐ വാസ് സ്ട്രഗ്ലിങ്. ഓരോ ടേണിന് ടൈമിലും സത്യം പറഞ്ഞാൽ ഐ വാസ് റെസലിങ് വിത്ത് ദ സ്റ്റിയറിങ്. പക്ഷെ ബാക്ക് ദെൻ ഇതെനിക്കൊരു ടാസ്കേ അല്ലായിരുന്നു. ഐ വാസ് യൂസ് ടു ഇറ്റ്. പക്ഷെ പുതിയ കാറ് എൻ്റെ ഈ സൂപ്പർ പവർ എല്ലാം എടുത്തു കളഞ്ഞു. ഇപ്പം എനിക്ക് എല്ലാവരുമായിട്ട് എമ്പതൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വൈ യു നീഡ് ദീസ് എന്ന്. നമ്മൾ നല്ല ഡിസൈനാന്ന് വിചാരിക്കുന്ന പല ഡിസൈൻസിലും ഇനിയും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ മൈന്യൂട്ട് ഡീറ്റെയിൽസിലായിരിക്കും ഈ ഇമ്പ്രൂവ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഒളിഞ്ഞിരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാൻ എന്നും പറ്റും. അതൊരു എൻഡില്ലാത്ത ജേർണി ആയിരിക്കും. എന്ത് ഡിസൈൻ ചെയ്താലും എന്ത് എക്സ്പീരിയൻസ് കൊണ്ടുവന്നാലും അതിലും ബെറ്റർ എക്സ്പീരിയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് പറ്റും. ഹാബിച്വേഷൻ ഒരു ഡിസൈനർക്ക് വില്ലനാവുന്ന സിറ്റുവേഷനുണ്ട്. ഒരു ഡിസൈൻ ഓവർ ടൈം ഒരുപാട് നേരം നോക്കിയിരുന്ന ഇവഞ്ച്വലി ആ ഡിസൈനിലെ പല പ്രശ്നങ്ങളും നമ്മൾ ഹാബിച്വേറ്റഡായി മാറും. ഈ പ്രോബ്ലം മാറ്റാൻ ഞാൻ ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ടേക്ക് എ ബ്രേക്ക്. ഒരു ബ്രേക്ക് എടുത്ത് ഒരു കോഫിയൊക്കെ കുടിച്ച് അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് അപ്പം ഡ്രോപ്പ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് വന്ന് നോക്കുക. മോസ്റ്റ് ഓഫ് ദ ടൈം പിന്നീട് വരുമ്പോൾ നമുക്ക് നല്ല ക്രിഞ്ചടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാനും പറ്റും. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡായി ഒപ്പീനിയന് വേണ്ടിയിട്ട് വേറൊരാൾക്ക് ഈ ഡിസൈൻ റിവ്യൂ ചെയ്യാൻ കൊടുക്കുക. നിങ്ങൾ നമ്മുടെ പോഡ്കാസ്റ്റ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഹിറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഡിസൈനിൽ ഇൻട്രസ്റ്റ് ഉള്ള ആ ഫ്രണ്ടിന് ഇത് അയച്ചു കൊടുക്കാനും മറക്കണ്ട. ഞാൻ ഈയിടെ
ഒരു പുതിയ കാറ് വാങ്ങിയ ആളുടെ അടുത്ത് ആ കാറിന്റെ 5 കുറ്റങ്ങൾ പറയാൻ പറഞ്ഞു. ആള് പറഞ്ഞ 5 കുറ്റവും ആളുടെ പഴയ കാറിൽ ഉണ്ടായിരുന്ന എന്നാൽ പുതിയ കാറിൽ ഇല്ലാത്ത 5 ഫീച്ചേഴ്സ് ആയിരുന്നു. പല ഡിസൈനേഴ്സും അതുപോലെ പല ബിസിനസ് ഓണേഴ്സും പറയാറുണ്ട് യൂസർ ഫീഡ്ബാക്ക് എടുക്കണമെന്ന്. ഈ ഫീഡ്ബാക്ക് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില സമയത്ത് യൂസേഴ്സിന് അവരുടെ ട്രൂ ഗോൾ എന്താണെന്ന് അറിയണമെന്നില്ല. പലപ്പോഴും പുതിയ പെയിൻ പോയിന്റ്സും പുതിയ ഗോളും കണ്ടുപിടിക്കാൻ യൂസറിന് പറ്റിക്കൊള്ളണമെന്നില്ല. ഹെൻറി ഫോർഡ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇഫ് ഐ ഹാഡ് ആസ്ക്ഡ് പീപ്പിൾ വാട്ട് ദേ വാണ്ട് ദേ വുഡ് ഹാവ് സെറ്റ് ഫാസ്റ്റർ ഹോഴ്സസ് എന്ന്. യൂസേഴ്സിന് അറിയുന്നത് റിയൽ സൊല്യൂഷൻ ആയിരിക്കില്ല, അവരുടെ കയ്യിൽ എപ്പോഴും വർക്ക് അറൗണ്ട് ആയിരിക്കും. ആസ് എ ഡിസൈനർ ഇറ്റ്സ് അവർ ജോബ് ടു ഹാബിച്വേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്താ, പെയിൻ പോയിന്റ്സ് എന്താ കണ്ടുപിടിച്ച് ഡിസൈൻ ചെയ്യുന്നത്. ബാഡ് ഡിസൈൻസ് യൂസർ ഹാബിച്വേറ്റഡ് ആയിട്ട് യൂസേഴ്സ് ക്ഷമിച്ചുകൊള്ളുമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഒരു മണ്ട ഐഡിയയാണ്. ബിക്കോസ് ദ മൊമെന്റ് ദേ ആർ എക്സ്പോസ് ടു എ ബെറ്റർ പ്രോഡക്റ്റ് ഓർ എ ബെറ്റർ എൻവയോൺമെന്റ് ഓർ ബെറ്റർ സൊല്യൂഷൻ, പിന്നെ അവർ നമ്മുടെ പ്രൊഡക്റ്റിലേക്കോ ഡിസൈനിലേക്കോ മടങ്ങി വരില്ല. നമുക്ക് ആ യൂസറിനെ എന്നേക്കുമായി നഷ്ടപ്പെടും. ഹാബിച്വേഷൻ ഒരു ബ്രെയിൻ തിങ് മാത്രമല്ല, യൂസേഴ്സിന് ഡേ 1 മുതൽ ഇഷ്ടാവുന്ന പ്രൊഡക്ട്സ് നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.